കേരളത്തിലെ ഒരു സൈക്കോ കില്ലർ. കോടികളാണ് അയാളുടെ കയ്യിലുള്ളത്. ക്രിമിനൽസിനെ ആവശ്യം ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾക്കാണ്. സെബാസ്റ്റ്യൻ്റെ വീടിൻ്റെ പരിസരത്ത് നിന്ന് അസ്ഥി കഷങ്ങൾ കിട്ടിയിരുന്നു. സെബാസ്റ്റ്യന് എതിരെയുള്ള തെളിവുകളൊക്കെ കിട്ടിയിരിക്കുന്നു. കോടതിയാണ് തീരുമാനിക്കേണ്ടത് ഒരുവൻ പ്രതിയാണോ എന്ന്. ഏറ്റവും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് കേരള പോലീസ് ഡിപ്പാർട്ട്മെൻറ്റാണ്. സെബാസ്റ്റ്യൻ നാട്ടുകാർക്ക് എല്ലാവർക്കും അമ്മാവനാണ്. അങ്ങനെയല്ല, അവർക്ക് സ്ഥലം വേണം വിൽക്കാനായിട്ടുണ്ട്, എന്നാലേ ഉള്ളൂ. ആ ഒരു വിഷ്വലാണ് സെബാസ്റ്റ്യൻ ഇതുവരെ. അതെ അതെ, ജൈനമ്മയുടെ നിന്ന് സംശയിക്കുന്ന അസ്ഥികൾ കിട്ടിയെന്നാണ് പറയുന്നത്. അത് ചിലപ്പോൾ ബിന്ദു പത്മനാഭനാവാം. ബിന്ദു പത്മനാഭൻ, ജൈനമ്മ, ആയിഷ കേസുകളിൽ ഇയാൾ പ്രതിയാണെന്നുള്ള ആരോപണം മാത്രമേ ഉള്ളൂ, ഇയാൾ പ്രതിയാവുന്നില്ല. സെബാസ്റ്റ്യനെ പോലുള്ള ക്രിമിനലുകളുടെ ഇപ്പോഴത്തെ വളർച്ചയ്ക്ക് പിന്നുള്ള ഏറ്റവും വലിയ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ CBIP ആയിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരനാണ് അദ്ദേഹത്തിന്റെ കാറിൽ കയറ്റിക്കൊണ്ടുപോയത്. അദ്ദേഹത്തിന്റെ റിസോർട്ടിലാണ് അവൾ ആ ജയിലിൽ നിന്ന് ഇറങ്ങി അന്ന് രാത്രി അടിച്ചു പൊളിച്ചത്. സെബാസ്റ്റ്യന്റെ ഒക്കെ മർമ്മസ്ഥാനം നോക്കി നല്ല രീതിക്ക് നാളെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ തത്ത പറയുന്ന പോലെ അല്ല, മൈന പറയുന്ന പോലെ ഉള്ള കാര്യങ്ങൾ ഇവർക്കൊക്കെ എന്ത് സംഭവിച്ചു എന്നുള്ളത് പറയും. കുറെ ദിവസങ്ങളായിട്ട് പോലീസിനെ ഏറ്റവും കൂടുതൽ ഇരുട്ടിലേക്ക് തള്ളിയിട്ടുള്ള ഒരു കേസാണ് സെബാസ്റ്റ്യൻ കേസ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൽ നിന്നും പ്രോപ്പർ ആയിട്ടുള്ള ഒരു രീതിയിലുള്ള തെളിവുകളും പോലീസിന് അല്ലെങ്കിൽ മൊഴിയോ പോലീസിന് രേഖപ്പെടുത്താൻ സാധിക്കുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇയാൾ ചെയ്തത് തെറ്റാണ് അല്ലെങ്കിൽ ചെയ്ത തെറ്റ് ഇയാൾ തന്നെയാണ് എന്നുള്ള നിഗമനമുണ്ടെങ്കിൽ പോലും അത് പ്രൂവ് ചെയ്യാനായിട്ട് പോലീസിന് സാധിക്കുന്നില്ല. എന്തുകൊണ്ടായിരിക്കാം ഇതുവരെയായിട്ടും അതിന് പ്രത്യേകിച്ച് ഒരു നീക്കുപോക്കും ഈ കേസിന് സംഭവിക്കാത്തത്? ഹർഷ, ഈ കേസിൽ ഒരു നീക്കുപോക്ക് സംഭവിച്ചിട്ടില്ല എന്നുള്ള ഒരു വാക്ക് നമുക്ക് മാറ്റി വയ്ക്കണം. ഈ കേസിൽ നീക്കുപോക്കുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ പറയുന്ന സെബാസ്റ്റ്യൻ്റെ വീടിൻ്റെ പരിസരത്ത് നിന്ന് അസ്ഥി കഷങ്ങൾ കിട്ടിയിരുന്നു. സെബാസ്റ്റ്യന് എതിരെയുള്ള തെളിവുകളൊക്കെ കിട്ടിയിരിക്കുന്നു. പക്ഷേ നമ്മുടെ ഇന്ത്യൻ നിയമവ്യവസ്ഥ ഒരു വലിയൊരു പ്രശ്നമുണ്ട് ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ. അതായത് കോടതിയാണ് തീരുമാനിക്കേണ്ടത് ഒരുവൻ പ്രതിയാണോ എന്ന്. പഴയ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഒരുത്തനെ കിട്ടിക്കഴിഞ്ഞാൽ അവനെ സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ, സംശയമില്ലാത്തവരും അങ്ങനെയുള്ള പ്രശ്നത്തിൽ പെട്ടുപോയതുകൊണ്ടാണ് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നല്ല കിൻഡൽ ഇടി എടുത്ത് മാറ്റിയത്. അതുള്ള സമയത്ത് ഈ പറഞ്ഞ പോലെ കൊടുക്കേണ്ടടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഏതവനും സത്യം പറയും. ചിലപ്പം ചെയ്തിട്ടില്ലാത്തവൻ വരേക്ക് കുറ്റം സമ്മതിക്കുന്ന രീതിയിലുള്ള പ്രയോഗങ്ങൾ അറിയാവുന്ന ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു നമ്മുടെ കേരള പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇന്ത്യൻ സേനയിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെയല്ല, ലോക പോലീസിൻ്റെ ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ NYPD, അതായത് ന്യൂയോർക്ക് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് കഴിഞ്ഞാൽ ഏറ്റവും വിജിലൻറ്റും ഏറ്റവും എക്സ്പെർട്ടുമായിട്ടുള്ള ഏറ്റവും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് കേരള പോലീസ് ഡിപ്പാർട്ട്മെൻറ്റാണ്. കേസ് തെളിയിക്കാനായിട്ട് അവരെ സ്വതന്ത്രമായി വിട്ടിട്ടുണ്ടെങ്കിൽ ഏത് വഴിയിലൂടെ പോയിട്ടും കേസ് തെളിയിക്കാനായിട്ട് കഴിവുള്ള, അതിനുള്ള കരുത്തുള്ള, മിടുക്കന്മാരുള്ള ഒരു സേനയാണ് കേരള പോലീസ്. കേരള പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ സെബാസ്റ്റ്യനെ പോലെ ഒരു എന്താ പറയുന്നത്, കണ്ടു കഴിഞ്ഞാൽ ഒരു അശുവായിട്ടുള്ള ഒരു വ്യക്തിയിൽ നിന്ന് തെളിവുകൾ സ്വീകരിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് അത് പോലീസിൻ്റെ തോൽവിയല്ല. പോലീസ് നിൽക്കുന്ന ഒരു ചട്ടക്കൂടിൻ്റെ, പോലീസിൻ്റെ കൈകളിലും നാവിലും കാലിലുമൊക്കെ വീണിട്ടുള്ള ഒരു അവർക്കറിയാത്തൊരു അദൃശ്യമായ വിലങ്ങിൻ്റെ ബലത്തിൽ അവർക്ക് തെളിയിക്കാൻ പറ്റുന്നില്ല എന്ന് മാത്രമേ എനിക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ഇതിൽ തന്നെ 7 വർഷം മുമ്പ് സെബാസ്റ്റ്യൻ്റെ കാറ് ഏറ്റുമാനൂർ ഭാഗത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ ഒരു വാർത്ത. അന്നേ സെബാസ്റ്റ്യൻ ഈ വാർത്തകളിൽ നിറഞ്ഞു വന്നൊരു വ്യക്തിയാണ്. 7 വർഷമല്ല, 17 വർഷം മുമ്പ്. അതായത് ഈ ബിന്ദു പത്മനാഭൻ തിരോധാന കേസ് നടക്കുന്ന സമയത്ത് സെബാസ്റ്റ്യൻ്റെ കാറ് ഏറ്റുമാനൂർ ഭാഗത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ വാർത്ത ചാനലുകൾ വഴിയെല്ലാം ഭയങ്കര ഇതായിട്ട് വന്നതും ആ വാർത്തയ്ക്ക് പിന്നാലെ തന്നെ സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന പേര് ഉയർന്നു വന്നതുമാണ്. അന്ന് ഇവനെ പിടിച്ച് അകത്തിടുമായിരുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ബിന്ദു പത്മനാഭൻ എന്ന് പറഞ്ഞ സ്ത്രീയും അല്ലെങ്കിൽ ആ ബിന്ദു പത്മനാഭൻ എന്ന് പറഞ്ഞ സ്ത്രീയുടെ കേസിൽ തുമ്പുണ്ടായേനെ അവർക്ക് എന്ത് പറ്റിയെന്നുള്ളത് അന്നേ മനസ്സിലാക്കാൻ പറ്റിയേനെ. അന്ന് കുറച്ചുകൂടെ ആരോഗ്യമുള്ള സെബാസ്റ്റ്യനാണ്. അതിൻ്റെ വാർത്തകൾ ഇപ്പോഴും ഏഷ്യാനെറ്റിൻ്റെ യൂട്യൂബ് തപ്പിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏഷ്യാനെറ്റ് ബിന്ദു പത്മനാഭൻ ഓൾഡ് ന്യൂസ് എന്ന് പറഞ്ഞ് തപ്പിക്കഴിഞ്ഞാൽ ഏഷ്യാനെറ്റിൻ്റെ ന്യൂസുകൾ അവിടെ കിടപ്പുണ്ട്. അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന പേര് പറയുന്നുണ്ട്. അന്ന് സെബാസ്റ്റ്യൻ്റെ കൂട്ടത്തിലുള്ള ഒരു സ്ത്രീയെക്കുറിച്ച് പറയുന്നുണ്ട്. അവരുടെ മുഖം കാണിക്കുന്നില്ല, പേരെന്താ പറയുന്നുണ്ട്. ഇന്ന് റോസമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ പേര് ഉയർന്നു വരുന്നുണ്ട്. അതെ, ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ ഒരു സൈക്കോ കില്ലർ. നമ്മൾ ഈ ഹോളിവുഡ് സിനിമകളിൽ, അതുപോലെ തന്നെ ഹിന്ദി സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും, തമിഴ് പടങ്ങളിലും ഉണ്ട്, ഈ രാക്ഷസനിലൊക്കെ കണ്ടിട്ടുണ്ട്. സൈക്കോ കില്ലർ, ഒരു ഇരയെ ലക്ഷ്യമിട്ട് ആ ഇരയെ ഏത് വിധത്തിലും കീഴടക്കി കൊന്ന് കളയുന്ന ഒരു സൈക്കോ കില്ലറെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതൊരു സീരിയൽ കില്ലർ എന്ന ഒരു രീതിയിലാണ് ഇപ്പോൾ ഈ സെബാസ്റ്റ്യനെ കാണിച്ചിരിക്കുന്നത്. പക്ഷേ അയാളെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും, ഹിസ് ലുക്ക് സോ ഡെവിളിഷ്. ഭയങ്കര എന്താ പറയുന്ന, അയാളുടെ മുഖത്ത് തന്നെ ഒരു പൈശാചികത്വമാണ്. ഒന്നിനെയും കൂസാത്തൊരു ഭാവം, ഒന്നിനെയും ഭയമില്ലാത്തൊരു ഭാവം. അല്ലേ, ശ്രദ്ധിച്ചിട്ടില്ല? അങ്ങനത്തെ ഒരു ഭാവമാണ് അയാൾക്കുള്ളത്. അപ്പം എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല,
അല്ലെങ്കിൽ എനിക്ക് ഇതിൽ നിന്ന് ഊരിപ്പോരാനായിട്ട് പറ്റും. കോടികളാണ് അയാളുടെ കയ്യിലുള്ളത്. അയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ അയാളുടെ കൈവശവുമായിട്ട് കോടികളുണ്ട്. ഇയാളുടെ ഈ വീടെന്ന് പറയുന്നത് ഒരു കാട് പിടിച്ചു കിടക്കുന്ന ഒരു പ്രദേശം നമ്മളൊക്കെ വാർത്തയിൽ കണ്ടാണ്. പക്ഷേ ഈ വാർത്തയിലൊക്കെ കണ്ടതിനേക്കാൾ ആ പ്രദേശം നേരിട്ട് കാണാൻ ഭയങ്കര ഹൊറിബിളാണ്. അതിൻ്റെ ചുറ്റുവട്ടം തന്നെ ആ തോട്ടത്തിനുള്ളിൽ തന്നെ കുളങ്ങൾ, ആ കുളങ്ങൾക്കുള്ളിൽ ഈ പറയുന്ന മാംസം ഭക്ഷിക്കുന്ന ഈ ആഫ്രിക്കൻ മുഷിയും അതുപോലെ തന്നെ ഈ പിരാനയും പോലെയുള്ള, പിരാന എന്നൊക്കെ പറഞ്ഞ പിരാന ഇവിടുത്തെ അറ്റ്മോസ്ഫിയറിൽ വളരുമോ എന്നുള്ളത് മറ്റൊരു കാര്യം. പക്ഷേ ഇവിടെ വളർത്താൻ ഉതകുന്ന മാംസം ഭക്ഷിക്കുന്ന മത്സ്യങ്ങൾ കുളത്തിലുണ്ട്. ഇതിനുള്ളിലേക്ക് ഈ ബോഡികൾ പീസാക്കി ഇട്ട് കഴിഞ്ഞാൽ പിന്നീട് ഇതിൻ്റെ ഒന്നും കിട്ടാൻ പോകുന്നില്ല. കാരണം ഈ പിരാന പോലുള്ള സാധനങ്ങളൊക്കെ ഫ്ലഷ് ഈറ്റിംഗ് എന്ന് പറഞ്ഞാൽ വെട്ടിയടിക്കും. ഒരു പശു ഒരു വെള്ളത്തിൽ പെട്ടുപോയി കഴിഞ്ഞാൽ സെക്കൻഡുകൾക്കുള്ളിൽ അതിനെ അവസാനിപ്പിക്കാൻ കരുത്തുള്ള മീനുകളാണ് പിരാനകൾ. കീഴ്ത്താടിക്ക് ഏറ്റവും കട്ടിയുള്ള ചെറിയ മത്സ്യങ്ങളിൽ ഒരിനമാണ്. അപ്പം അങ്ങനെയുള്ള മത്സ്യങ്ങളെ വളർത്തുന്നു. പക്ഷേ ഈ സെബാസ്റ്റ്യനെ കുറിച്ച് നാട്ടുകാർക്ക് പറയാനുള്ളത്, സെബാസ്റ്റ്യൻ നാട്ടുകാർക്ക് എല്ലാവർക്കും അമ്മാവനാണ്. വരുന്ന സമയങ്ങളിൽ പുള്ളിക്ക് അവിടെ ഒരു ടീമുണ്ട്. ആ ടീമിനെ സെറ്റ് ചെയ്യുന്നു. കുറച്ച് യുവ തലമുറയാണ്, അവരുമായി സെറ്റ് ചെയ്യുന്നു. മദ്യപാനം, ചീട്ടുകളി, ഈ വീട്ടിനുള്ളിൽ അങ്ങനെ ആവശ്യമുള്ളവർക്ക് എല്ലാവർക്കും ധാരാളം പണം വാരിക്കോരി കൊടുക്കുന്നു. പക്ഷെ ഇയാൾ ലൊക്കേറ്റ് ചെയ്യുന്ന ആരെയാണ്? ഒറ്റപ്പെട്ടു പോകുന്ന സ്ത്രീകളെയാണ്. ഭർത്താക്കന്മാരില്ലാത്ത മക്കളില്ലാതെ ഒറ്റയ്ക്ക് ജീവിക്കുന്നവരെ. ബിന്ദു പത്മന അങ്ങനെയല്ല, അവർക്ക് സ്ഥലം വേണം വിൽക്കാനായിട്ടുള്ളത്, എന്നാലേ ഉള്ളൂ. അതാണ് ഈ പറയുന്ന എല്ലാ സീരിയൽ കില്ലേഴ്സിനും ഒരു എന്താ പറയുന്നത്, ഒരു MO ഉണ്ടാവും, മോഡസ് ഓപ്പറൻഡി. നമ്മൾ കേട്ടിട്ടുള്ള ഒരു വാക്കാണ് മോഡസ് ഓപ്പറൻഡി എന്ന് പറയുന്നത്. ആ ഒരു മോഡസ് ഓപ്പറൻഡി എല്ലാ സീരിയൽ കില്ലേഴ്സിനും ഉണ്ടാവും. ചിലരെന്ന് പറയുന്നത് കുട്ടികളെ ലൊക്കേറ്റ് ചെയ്യുന്ന സൈക്കോസ് ഉണ്ട്, അല്ലെങ്കിൽ തെരുവിൽ കിടന്നുറങ്ങുന്നത്. സ്റ്റോൺമാൻ കേസൊക്കെ നമ്മളിവിടെ മുൻപ് ചർച്ചയാക്കിയിട്ടുള്ളതാണ്. ഈ തെരുവിൽ കിടന്നുറങ്ങുന്ന ആളുകളെ തലയിൽ കല്ലിട്ട് കൊല്ലുന്ന സ്റ്റോൺമാൻ സീരിയൽ കില്ലർ. അതുപോലെ തന്നെ നമ്മുടെ ഈ കൊല്ലത്തൊരു സീരിയൽ കില്ലർ ഉണ്ടായിരുന്നു. അതും ഇതുപോലെ തന്നെ വഴിയരികിൽ കിടന്നുറങ്ങുന്ന ആളുകളെ തലയിൽ കല്ലിട്ട്, സ്റ്റോൺമാൻ്റെ അതേ രീതി ആവർത്തിച്ച് തലയിൽ കല്ലിട്ട്. അത് കുറച്ച് വർഷങ്ങളേ ആയിട്ടുള്ളൂ, ഒരു 10 വർഷത്തിൽ താഴെ ആയിട്ടുള്ളൂ. കൊല്ലത്തെ അതുപോലത്തെ സൈക്കോ കില്ലർ റിപ്പർ ചന്ദ്രൻ, ചുറ്റിക ഉപയോഗിച്ച് തലയോട് അടിച്ചു പൊട്ടിക്കുന്ന ശബ്ദം കേട്ട് ആനന്ദം കൊള്ളുന്ന റിപ്പർ ചന്ദ്രൻ. ഇതെല്ലാം എന്താണ്? ഇവരുടെ ഈ എന്തെന്ന് പറയുന്ന വഴിയിൽ കിടന്നുറങ്ങുന്നവരെ മാത്രം ലൊക്കേറ്റ് ചെയ്യുക, തലയിൽ ചുറ്റിയേക്ക് അടിച്ചു കൊല്ലുക, കുട്ടികളെ മാത്രം ലൊക്കേറ്റ് ചെയ്യുക. ഇതൊക്കെ ഈ സീരിയൽ കില്ലേഴ്സിൻ്റെ ഒരു MO ആണ്, മോഡസ് ഓപ്പറൻഡിയാണ്. അതേപോലെയുള്ളൊരു മോഡസ് ഓപ്പറൻഡി സെബാസ്റ്റ്യൻ കേസിലുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്ഥലം വിൽക്കാനുള്ള, ഭർത്താവുമായി പിണങ്ങി കഴിയുന്നതോ ഡിവോഴ്സായി കഴിയുന്നതോ അല്ലെങ്കിൽ ഭർത്താവ് മരണപ്പെട്ടതോ ആയിട്ടുള്ള സ്ത്രീകളെ മാത്രം ലൊക്കേറ്റ് ചെയ്ത് അവരിലേക്ക് സൗഹൃദം ഉണ്ടാക്കിയെടുത്ത് അവരുടെ സ്വത്ത് വിറ്റ് നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവരിലേക്ക് എത്തുകയും പിന്നീട് വ്യാജ പ്രമാണങ്ങൾ ചമച്ച് ഇവരുടെ സ്വത്ത് തൻ്റെ പേരിലേക്ക് ആക്കുകയും ചെയ്യുന്നു. പിന്നീട് ഇവരെ ആരും കാണുന്നില്ല. പക്ഷേ ഇവരെന്ത് ചെയ്യുന്നുണ്ട്? ഇവരുടെ ബന്ധപ്പെട്ടവരുമായി ഞാൻ ജീവിച്ചിരിക്കുന്നു എന്നുള്ള തെളിവുകൾ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ബുദ്ധിപരമായ ഒരു പരിപാടിയിലാണ് ഈ സെബാസ്റ്റ്യൻ കൊടുക്കുന്നത്. ഇപ്പം ലാസ്റ്റ് വന്നുള്ള ജൈനമ്മ, ഏറ്റുമാനൂരിൽ നിന്ന് കാണാനായിട്ടുള്ള ജൈനമ്മയുടെ കേസിലേക്ക് വരുമ്പോൾ ജൈനമ്മയുടെ മൊബൈൽ സ്വിച്ച് ഓഫ് ആണ്. ആ മൊബൈല് റേഞ്ചിലേക്ക് വരുന്നു. ആ മൊബൈലിൽ നിന്ന് ഒരു കോള് സഹോദരിക്കോ ആർക്കോ ചെല്ലുന്നു. പക്ഷേ ആ മൊബൈലിൻ്റെ ലൊക്കേഷനെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണത്തിൽ ഈരാറ്റുപേട്ടയിലുള്ളൊരു, അതായത് കോട്ടയം പാലായ്ക്ക് സമീപം ഈരാറ്റുപേട്ടയിലുള്ള ഒരു മൊബൈൽ ഷോപ്പിൽ നിന്ന് ഈ മൊബൈൽ റീചാർജ് ചെയ്ത് ഇറങ്ങിയ വിഷ്വൽ ആരുടേതാണ്? സെബാസ്റ്റ്യൻ്റെതാണ്. ആ ഒരു വിഷ്വലാണ് സെബാസ്റ്റ്യനെ ഇതുവരെ. അതെ അതെ. അല്ലാതെ ഈ പറയുന്ന ബിന്ദു പത്മനാഭൻ കേസിൽ അയാൾ വെറും ആരോപണ വിധേയൻ മാത്രമാണ്, പ്രതിയല്ല. അന്ന് സെബാസ്റ്റ്യന്റെ വണ്ടി ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിട്ടുന്നു. സെബാസ്റ്റ്യന്റെ സുഹൃത്തിനെ അറസ്റ്റ് ചെയ്യുന്നു. സെബാസ്റ്റ്യൻ ഒളിവിൽ പോകുന്നു. പിന്നീട് വീണ്ടും ഏതാനും വർഷങ്ങൾക്ക് ശേഷം സെബാസ്റ്റ്യൻ വീണ്ടും ആക്റ്റീവായി. അതെ. ഇപ്പം ഈ ജൈനമ്മയുടെ സംശയിക്കുന്ന അസ്ഥികൾ കിട്ടിയെന്നാണ് പറയുന്നത്. അത് ചിലപ്പോൾ ബിന്ദു പത്മനാഭനാവാം, അല്ലെങ്കിൽ ഐഷയുടേതാവാം. ഇവരാരുമല്ലെങ്കിലോ അവിടെയാണ് നമ്മുടെ എന്ത് വരുന്നത്, നമ്മുടെ പുതിയ ഒരു ട്വിസ്റ്റ് വരാൻ പോകുന്നത്. ഇവരുടെ ആരുടേതും അല്ലെന്നുണ്ടെങ്കിൽ പോലീസിന് മിസ്സിംഗ് ആയിട്ടുള്ള മറ്റൊരാളുടെ പിന്നാലെ പോകേണ്ടി വരും. അപ്പോഴും ബിന്ദു പത്മനാഭൻ, ജൈനമ്മ, ഐഷ കേസുകളിൽ ഇയാൾ പ്രതിയാണെന്നുള്ള ആരോപണം മാത്രമേ ഉള്ളൂ, ഇയാൾ പ്രതിയാവുന്നില്ല. പക്ഷെ എന്താണെങ്കിലും ഒരു കുറ്റം ചെയ്താലും 10 കുറ്റം ചെയ്താലും നമ്മുടെ നിയമവ്യവസ്ഥയിൽ ശിക്ഷ ഒന്നേ ഉള്ളൂ, കുറച്ച് വർഷങ്ങളകത്ത് കിടക്കുക. കീഴ്ക്കോടതി വധശിക്ഷ വിധിക്കും, മേൽക്കോടതി അത് ജീവപര്യന്തം വെക്കും. നമ്മളെപ്പോലുള്ള പാവപ്പെട്ടവന്മാരുടെ നികുതി പണത്തിൽ തിന്ന് കൊഴുത്ത് ജയിലിൽ കിടന്ന് മരിച്ചില്ലെന്നുണ്ടെങ്കിൽ പുറത്തിറങ്ങി നല്ലവരെ പോലെ അഭിനയിക്കും, വീണ്ടും ക്രൈം ചെയ്യും. സെബാസ്റ്റ്യനെ പോലുള്ള ക്രിമിനലുകളുടെ ഇപ്പോഴത്തെ വളർച്ചയ്ക്ക് പിന്നിലുള്ള ഏറ്റവും വലിയ കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിയമത്തെ ഭയമില്ല. നിയമത്തെ ഭയക്കേണ്ട കാര്യമില്ല. മുൻപെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തൂക്കുകയർ കിട്ടും,
അല്ലെങ്കിൽ എൻ്റെ ജീവിതം ഒരു തൂക്കുകയറിൽ ഒടുങ്ങുമോ എന്നുള്ള ഭയം കൊണ്ട് കുറ്റകൃത്യങ്ങൾ കുറഞ്ഞിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ ആ തൂക്ക് നിയമം എടുത്തു മാറ്റിയതോടുകൂടി നമ്മുടെ വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോകണം ഹർഷ, ഗൾഫ് രാജ്യങ്ങളിലേക്കൊക്കെ പോകണം, തല വെട്ടിക്കളയുവാണ്. അവിടെ ക്രൈം ഇല്ല എന്നല്ല, ക്രൈമുണ്ട്, പക്ഷെ ക്രൈം റേറ്റിംഗ് വളരെ താഴെയാണ്. മനസ്സിലായോ? കാരണം അത് അവിടുത്തെ നിയമത്തിൽ ഭയമുണ്ട്, ഇവിടുത്തെ നിയമത്തിൽ ഭയമില്ല. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ ഷാരോണിനെ കീടനാശിനി കൊടുത്തു കൊന്ന ഗ്രീഷ്മ, അവള് കോടതിയെ പോലും വെല്ലുവിളിച്ചിട്ടാണ് കോടതി കയറിയത്. അവൾക്ക് വധശിക്ഷ വിധിച്ചു. ഇവിടുത്തെ മാധ്യമങ്ങൾ അതിനെ വലിയ ആഘോഷമാക്കി ആഘോഷിച്ചു. പക്ഷെ അപ്പോഴും ഞാൻ ഇതേ സീറ്റിലിരുന്നു കൊണ്ട് പറഞ്ഞൊരു വാക്കുണ്ട്, അവർക്ക് വധശിക്ഷ കിട്ടില്ല. ഹൈക്കോടതിയിലേക്കോ സുപ്രീം കോടതിയിലേക്കോ ഇവർക്ക് അപ്പീൽ പോവാം. ഇവർക്ക് അപ്പീൽ പോയി കഴിഞ്ഞാൽ അവിടെ ഇനിയിപ്പം ഹൈക്കോടതി ഇവരുടെ അപ്പീൽ തള്ളി സുപ്രീം കോടതിയിലേക്ക് പോവാം. സുപ്രീം കോടതി അവിടുന്ന് എന്ത് ചെയ്യും? ഇതൊരു ജീവപര്യന്തമാക്കി കൊടുക്കും. അവൾക്കിപ്പോൾ എത്രയാ പ്രായം? 22-23 വയസ്സ് കാണും ഗ്രീഷ്മയ്ക്ക്. 16 വർഷം അല്ലെങ്കിൽ 14 വർഷം കിടന്നു കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞാലും അവളുടെ പ്രായത്തിൽ എന്താ പറയുന്നത്, അവൾക്ക് പുറത്തിറങ്ങി വേറെ ഏതെങ്കിലും ഒരുത്തനെ, ഇതൊന്നും അറിഞ്ഞൊരുത്തനും കല്യാണം കഴിക്കാനൊന്നും വരില്ല, പക്ഷെ ഏതെങ്കിലും ഒരുത്തനെ കല്യാണമൊക്കെ കഴിച്ച് സുഖസുന്ദരമായിട്ട് ജീവിക്കാം. റാങ്ക് ഹോൾഡറാണ്, മിടുക്കി കുട്ടിയാണ്, കലാതിലകമാണെന്നൊക്കെ പറഞ്ഞ് പോലീസുകാർ തന്നെ ബൂസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാർണർ വധക്കേസിലെ പ്രതിയായിട്ടുണ്ടായിരുന്ന സ്ത്രീ, അവരിത് ശിക്ഷ കഴിഞ്ഞിട്ട് അവരെ VIP ആയിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരനാണ് അദ്ദേഹത്തിന്റെ കാറിൽ കയറ്റിക്കൊണ്ടുപോയത്. അദ്ദേഹത്തിന്റെ റിസോർട്ടിലാണ് അവൾ ആ ജയിലിൽ നിന്ന് ഇറങ്ങി അന്ന് രാത്രി അടിച്ചു പൊളിച്ചത്. ഇതാണ് ഇവിടുത്തെ ക്രിമിനൽസിന്റെ ഏറ്റവും വലിയ ധൈര്യം. ക്രിമിനൽസിനെ ആവശ്യം ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾക്കാണ്. ക്രിമിനൽസിന് ആവശ്യം ഇവിടുത്തെ സാധാരണ ജനങ്ങളെയാണ്. ഇവിടുത്തെ നിയമവ്യവസ്ഥ പൊളിച്ചെഴുതാത്ത കാലത്തോളം ഹർഷ ഇനിയും ബിന്ദു പത്മനാഭന്മാർ സൃഷ്ടിക്കപ്പെടും, ഇനിയും ജയനന്മാർ സൃഷ്ടിക്കപ്പെടും, ഇനിയും ഐഷമാർ സൃഷ്ടിക്കപ്പെടും. പക്ഷെ പറയേണ്ട കാര്യം മതസൗഹാർദ്ദത്തിന്റെ കാര്യത്തിൽ ഈ സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ക്രിമിനലിനെ എനിക്കങ്ങ് ബഹുമാനം തോന്നുന്നു. അയാളെ ബിന്ദു പത്മനാഭൻ എന്ന് പറയുന്ന ഹിന്ദു സ്ത്രീ, ഐഷ എന്ന് പറയുന്ന മുസ്ലിം സ്ത്രീ, ജയനമ്മ എന്ന് പറയുന്ന ക്രിസ്ത്യൻ സ്ത്രീ, അതിൽ പോലും അയാൾ ആ മതസൗഹാർദ്ദം കാത്തു സൂക്ഷിച്ചു എന്നുള്ളതാണ്. ഇതിപ്പോ ഒരു ദൃശ്യം മോഡൽ കൊലപാതകം എന്ന് പറയാൻ പറ്റും. ദൃശ്യം മോഡൽ കൊലപാതകം എന്നൊക്കെ പറഞ്ഞിട്ട് സിനിമ ഇതിലേക്ക് വലിച്ചിടല്ലേ എന്റെ പൊന്നു ഹർഷ. എന്ത് ദൃശ്യം മോഡൽ? ദൃശ്യം വരുന്നതിന് മുമ്പ് ഇതിനെക്കാട്ടിൽ ട്വിസ്റ്റുകൾ നിറഞ്ഞ കേസുകൾ ഉണ്ടായിട്ടുണ്ട്. ഈ രാഹുൽ തിരോധാന കേസ് നടക്കുന്ന സമയത്ത് ദൃശ്യം ഇറങ്ങിയിട്ടുണ്ടോ? സിനിമ ഇറങ്ങിയിട്ടുണ്ടോ? ഇല്ല. എല്ലാം കൊണ്ട് നമ്മൾ സിനിമയുടെ പുറത്ത്. എന്നാ പിന്നെ മെമ്മറീസ് ഇറങ്ങിയിട്ടുണ്ടല്ലോ. മെമ്മറീസ് മോഡൽ എന്ന് പറഞ്ഞുകൂടെ? ഞാൻ തിരിച്ചേക്കുന്നത് മെമ്മറീസ് മോഡൽ എന്ന് പറഞ്ഞുകൂടെ? ഇരകളെ പിന്നാലെ നടന്ന് കൊല്ലുന്ന സീരിയൽ കില്ലർ മെമ്മറീസ്, അങ്ങനെ പറഞ്ഞുകൂടെ? ദൃശ്യത്തെ എല്ലാത്തിനും കൊണ്ടില്ല. നമ്മുടെ കൊലപാതകത്തിന്റെ രീതി അനുസരിച്ചല്ല ദൃശ്യം മോഡൽ എന്ന് പറഞ്ഞത്, മറിച്ച് പോലീസിന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ് ഞാൻ ചോദിക്കുന്നത്. പോലീസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മുൻപ് പറഞ്ഞു തന്നെ, ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് ഹർഷ, പോലീസിനെ തുറന്നു വിടേണ്ട ചില കാര്യങ്ങളുണ്ട്. ചില കാര്യങ്ങളിൽ പോലീസിനെ തുറന്നു വിടണം, എല്ലാത്തിനുമല്ല. കുറ്റവാളികൾക്ക് നേരെ പോലീസ് ഏത് രീതിയിൽ പോകണമെന്നുള്ളത് ഇപ്പോഴത്തെ രീതിയല്ല. ജനമൈത്രി എന്ന് പറയുന്നതൊക്കെ നല്ലതാണ്, അത് സാധാരണ ജനങ്ങളോടാണ് മൈത്രി വേണ്ടത്, ക്രിമിനൽസിനോടല്ല. ഇപ്പൊ ക്രിമിനൽ മൈത്രി പോലെയാണ്, മനസ്സിലായോ? ഇവിടെ ഇപ്പൊ ഈ സ്റ്റേഷനിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പോലീസുകാർക്ക് നമ്മളോട് ഭയങ്കര സ്നേഹമാണ്. പണ്ടെന്നൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പോലീസുകാരുടെ ഒരു രീതി കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരു ഭയം ഉണ്ടായിരുന്നു. പോലീസിനെ കാണുമ്പോൾ തന്നെ മുട്ടുകൂട്ടിരിക്കും. ഇപ്പൊ പോലീസിനെ കാണുമ്പോൾ പിള്ളേർ പോലും കളിയാക്കി പറയുന്നത് പോലീസ് മാമാന്നാണ്. കാരണം പോലീസ് അങ്ങ് ഒതുങ്ങി, പോലീസിനെ അങ്ങ് ഒതുക്കി. പക്ഷെ തുറന്നു വിടേണ്ട ചില സ്ഥലങ്ങളുണ്ട് ഹർഷ. ഈ പറയുന്ന സെബാസ്റ്റ്യന്റെ ഒക്കെ മർമ്മസ്ഥാനം നോക്കി നല്ല രീതിക്ക് നാളെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ തത്ത പറയുന്ന പോലെ അല്ല, മൈന പറയുന്ന പോലെ ഉള്ള കാര്യങ്ങൾ ഇവർക്കൊക്കെ എന്ത് സംഭവിച്ചു എന്നുള്ളത് പറയും. പക്ഷെ എന്തോ നമ്മുടെ കേരളമാണ്, ഇവിടെ ഇങ്ങനെയാണ്. ഇവിടെ ചില കാര്യങ്ങളൊക്കെ അതേ രീതിക്ക് തന്നെ പോവുള്ളൂ. അത് മാറ്റം വരണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ നിയമവ്യവസ്ഥ പൊളിച്ചെഴുതപ്പെടണം. എടുത്തു മാറ്റപ്പെട്ട തൂക്ക് നിയമം വീണ്ടും കൊണ്ടുവരണം. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ ജീവൻ എടുക്കുന്ന കുറ്റകൃത്യത്തിനുള്ള ശിക്ഷ ആ ചെയ്തവന്റെ ജീവൻ എടുക്കുന്നത് തന്നെയാണ് എന്ന് വരികയാണെന്നുണ്ടെങ്കിൽ ജീവന് കൊതിയില്ലാത്ത മനുഷ്യരില്ല. അത് കുറ്റവാളികൾക്കും സാധാരണ ജനങ്ങൾക്കും ക്രൂരനും ശാന്തനും ആയിട്ടുള്ള വ്യക്തികൾക്കും എല്ലാവർക്കും ജീവനിലുള്ള കൊതി ഒന്ന് തന്നെയാണ്. അത് മനുഷ്യനും മൃഗങ്ങൾക്കും ഒരുപോലെയാണ്. ജീവനിൽ കൊതി വന്നു കഴിഞ്ഞാൽ കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ ഇറങ്ങുന്നതിന് ഇപ്പുറം ചിന്തിക്കും, എൻ്റെ ജീവൻ പോവില്ലേ, ഞാനിത് ചെയ്യണം. അല്ലാത്ത കാലത്തോളം ഇത് തുടരും. നമ്മളിവിടെ ഇരുന്ന് ചർച്ചയും ചെയ്യും.